ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. കുറേ സമയമൊക്കെ നമ്മൾ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മീനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എണ്ണ ബാക്കി വരും. അത് അന്നത്തെ ദിവസം തന്നെ നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതല്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എണ്ണയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത എണ്ണ, പഴയ എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ വിറകടുപ്പൊക്കെ കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ വിറകടുപ്പ് സാധാരണ കത്തിക്കുക. അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് മണ്ണെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വിറകടുപ്പ് കത്തിക്കാനും അതുപോലെ ഇതിൻ്റെ മുറ്റമൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇലകളൊക്കെ വീണ് ആ ഒരു ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കരിയിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഭാഗത്തിട്ട് നമ്മൾ കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്താനായിട്ട് ഈ ഒരു എണ്ണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റ് ഇട്ടിട്ടുള്ള ബയോഗ്യാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അത് കാണിച്ചു തരാനായിട്ട് എനിക്കിപ്പോൾ വീട്ടിലില്ല കേട്ടോ. അങ്ങനെ ബയോഗ്യാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കും. ആ ഒരു വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിൽ കൊതുകൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന, നമുക്ക് കളയാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ ഒരു ഓയിൽ ഒരു സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൊതുക് പെരുകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കളയാതെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെറുനാരങ്ങയൊക്കെ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കുമ്പോൾ നല്ലപോലെ തന്നെ ഹാർഡായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് പിന്നെ നമ്മളതിന് നീര് പിഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ നീര് കിട്ടുള്ളൂ. നമ്മളിതുപോലെ നന്നായി കൗണ്ടർ ടോപ്പിലിട്ട് ഉരുട്ടിയാൽ പോലും ചിലപ്പോൾ അതിന് നീര് നമുക്ക് കിട്ടാനൊക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അതിലുള്ള ഫുള്ള് നീര് നമുക്ക് പെട്ടെന്ന് ഒരുപാട് ബലം കൊടുക്കാതെ നമുക്കതിന് നീര് കിട്ടാനായിട്ട് നമ്മളിതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സെക്കൻഡ് വെച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ ആ ഒരു ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ള ആ ഒരു തണുപ്പും പോകും. അതുപോലെ തന്നെ നമുക്ക് അതൊരു നല്ല സോഫ്റ്റ് ആവാനും സാധ്യതയുണ്ട് ആ ഒരു ചെറുനാരങ്ങ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നീര് പിഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ നീര് പിഴിയാനും ഒരല്പം പോലും നീര് വേസ്റ്റ് ആവാതെ നമുക്ക് നീര് ഫുള്ളായി കിട്ടാനും നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയൊക്കെ നീരെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ്, നമ്മൾ ഒരു ഗ്ലാസ്സിൽ നിന്ന് അടുത്ത ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളമോ ചായയോ അല്ലെങ്കിൽ പാലോ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ഇതിന്ന് വേറൊരു ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, ബോട്ടിലോ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് പകുതിയും കളഞ്ഞു പോകാനാണ് സാധ്യത. അങ്ങനെ പോവാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ മേലെ ഇതുപോലൊരു സ്പൂൺ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂണിനെ കമഴ്ത്തി വെച്ചിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് നോക്കൂ. അപ്പോൾ ഒരല്പം പോലും തന്നെ വെള്ളം താഴെ പോവാതെ നമുക്ക് ഫുള്ളായിട്ട് അടുത്ത ഗ്ലാസ്സിലേക്ക് ആക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ വെള്ളം മാത്രമല്ല, ചായയാണെന്നുണ്ടെങ്കിലും പാലാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു സ്പൂണിന് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും തന്നെ താഴേക്കാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗോ അല്ലെങ്കിൽ സ്കൂൾ ബാഗൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സിബ് ചില സമയത്ത് പെട്ടെന്ന് സിബിൻ്റെ ആ മേലെയുള്ള ആ ഒരു പോർഷൻ വിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ അതിന് ചെറുതായിട്ട് കടത്തി വിടാനുള്ളൊരു ഗ്യാപ്പും ഉണ്ടാകും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാൻ സാധിക്കും. എങ്കിലും നമ്മളൊരു അത്യാവശ്യം പുറത്തൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ മേലെയുള്ള ആ വലിക്കുന്ന സാധനം ചിലപ്പോൾ പൊട്ടി വരും. അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, അതിൻ്റെ ആ ഒരു ചെറിയ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൈ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇല്ലെങ്കിൽ ഒരു ചുമരിൽ ചേർത്ത് വെച്ച് നന്നായി ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ളത് കറക്റ്റായി നിൽക്കും. അപ്പോൾ ആ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് കാണില്ല. പിന്നെ നമ്മൾ ആക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഈ ഒരു സിബ് വലിക്കുന്ന ആ ഒരു സാധനം നമുക്ക് വിട്ട് വരികയില്ല. പിന്നെ എപ്പോഴും നമ്മുടെ ഈ ഒരു ഹാൻഡ് ബാഗിലാണെങ്കിലും സ്കൂൾ ബാഗിലാണെങ്കിലും ആ ഒരു സിബ് വലിക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് കിട്ടാനായിട്ട് നമ്മളെപ്പോഴും കുറച്ച് വാസ്ലൈൻ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്ത് കൊടുത്ത് 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ അത് നല്ല സിബ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. മെയിനായിട്ട് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇടയിൽ സ്റ്റക്കായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റക്ക് ആവാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് വാസ്ലൈൻ ഉപയോഗിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, തമ്പനയിൽ കണ്ടതുപോലെ തന്നെ മൗത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന പൗഡറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എക്സ്പയർഡ് ആയിട്ടുള്ള പഴയ പൗഡറാണെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പഴയ പൗഡർ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ.
അപ്പോൾ ഞാനിത് ഈ ഒരു പൗഡർ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് നമ്മളിത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാനിത് ഇതുപോലെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ നമ്മൾ കുക്കിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം എടുക്കാതെ നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പഴയ പാത്രം നമ്മൾ എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നോർമലായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ തിളപ്പിച്ചെടുത്താൽ മാത്രമേ ഇത് ഈ ഒരു പൗഡർ ശരിക്കും ഈ ഒരു വെള്ളത്തിൽ നമുക്ക് മെൽട്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മളതിലേക്ക് ഒരു വലിയൊരു കർപ്പൂരവും കൂടെ ഞാനിതിലേക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 3 ഒക്കെ എടുത്താലും മതിയാവും. എന്നിട്ട് ഇത് നന്നായി തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കർപ്പൂരവും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു വെള്ളം നല്ല പോലെ തന്നെ ചൂടുണ്ട് കേട്ടോ. ഈ ചൂടോടുകൂടി മിക്സ് ആക്കുമ്പോൾ ആ പൗഡർ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് അലിയിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിനൊരു കുപ്പിയിലാക്കി കൊടുക്കാം. നമ്മൾ നോർമലായിട്ട് മിനറൽ വാട്ടറോ ജ്യൂസൊക്കെ വാങ്ങുന്ന കുപ്പിയിലാക്കിയാലും മതിയാവും. ഇപ്പോൾ ഞാൻ ഹാൻഡ് വാഷിൻ്റെ പഴയൊരു ബോട്ടിലുണ്ട്, അതിലാക്കി കൊടുക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഇതിനെ ഈ ഒരു കുപ്പിയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ഫുള്ളായി ഒന്ന് ജസ്റ്റ് ഇളക്കി അതിൻ്റെ പൗഡറിൻ്റെ അംശമൊക്കെ താഴെ ഉണ്ടാവും. അതെല്ലാം തന്നെ നമ്മൾ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് ആക്കി കൊടുക്കാൻ. നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴേ ആ പൗഡർ എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആയുള്ളൂ. അല്ലെങ്കിൽ പൗഡർ ശരിക്കും താഴെയായിട്ട് അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ സ്പ്രേ ബോട്ടിലിന് പകരം ഇതാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീടുകളിൽ രാത്രി സമയത്ത് വീടിനകം ഫുഡ് കഴിക്കലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം നമുക്കൊന്ന് തുടച്ചെടുക്കാം. അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ തുടച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ സിങ്കിൻ്റെ സ്ലീവ്, വാഷ് ബേസിൻ്റെ സ്ലീവ്, ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും. അതുപോലെ പല്ലിയും പാറ്റയൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസിൻ്റെ ബർണറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എൻ്റെ ഈ ഒരു ഗ്യാസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പാറ്റ വരാറുണ്ട് കേട്ടോ. ചെറിയ പാറ്റയായിരിക്കും വരുന്നത്, നല്ല വലുതല്ല, ചെറുത് വരും. അപ്പോൾ ആ വരുന്നതൊക്കെ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും പൗഡറിൻ്റെയും സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ വരില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല കേട്ടോ. എന്ത് ബേക്കറി സാധനമാണോ സ്വീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമ്മൾ അതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറുമ്പ് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉറുമ്പ് ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ കിച്ചണിൽ നിന്ന് അകത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഈ സൈഡിൽ നിന്നൊക്കെ ആയിരിക്കും ഉറുമ്പുകൾ വീട്ടിനകത്തേക്ക് വരുന്നത്. ആ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മെയിനായിട്ട് പൗഡറിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ, പൗഡറിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പ് പെട്ടെന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വീട്ടിനകമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് തുടയ്ക്കുന്ന വെള്ളത്തിലും നമ്മൾ ഈ ഒരു കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീട്ടിനകമൊക്കെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും കിട്ടും. അതുപോലെ തന്നെ നല്ലപോലെ ക്ലീൻ ആക്കാനും പിന്നെ ഉറുമ്പൊന്നും വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും പാറ്റ പല്ലി വരുന്നതൊക്കെ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ബാത്റൂമൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം നമ്മൾ ബാത്റൂമിൻ്റെ ക്ലോസറ്റിലൊക്കെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിനകത്ത് പോകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.